റിപ്പോർട്ട് ബ്രേക്കിംഗ്. തിരുവനന്തപുരം നഗരൂരിൽ SIക്ക് CPOയുടെ മർദ്ദനം. നഗരൂർ SI അൻസാറിനാണ് മർദ്ദനമേറ്റത്. ഉത്സവപ്പറമ്പിലെ സംഘർഷം തടയാൻ ശ്രമിക്കുമ്പോഴായിരുന്നു മർദ്ദനം. പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിലെ CPO ചന്തു അടക്കം 3 പേരാണ് മർദ്ദിച്ചത്. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ SIയെ CPO മർദ്ദിക്കുന്നു, എന്താണ് സംഭവം? സ്മൃതി, കഴിഞ്ഞ ദിവസം വെള്ളല്ലൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ ഡ്യൂട്ടിക്ക് എത്തിയതായിരുന്നു നഗരൂർ പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള അൻസാർ. ആ ഡ്യൂട്ടിയിൽ കൃത്യനിർവഹണം നടക്കുന്നതിനിടയിൽ അവിടെ നാടൻപാട്ട് പരിപാടി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായി. ആ പ്രദേശത്തുണ്ടായിരുന്ന യുവാക്കൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയും ആദ്യം SI ഇടപെട്ട് ഈ സംഘർഷം, SI മറ്റ് പോലീസുകാരും ഇടപെട്ട് ഈ സംഘർഷം ഒഴിവാക്കി വിടുകയുമായിരുന്നു. പിന്നീട് ആ സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അകലെ വെച്ച് വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകുന്നു. ആ പ്രദേശത്തുള്ള യുവാക്കൾ തമ്മിലടിക്കുന്നു എന്ന തരത്തിലേക്ക് ഊരം കിട്ടുകയും SI അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തുകയുമായിരുന്നു. ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച വൈരാഗ്യത്തിൽ SIയെ 3 യുവാക്കൾ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. വെള്ളല്ലൂർ സ്വദേശികളായിട്ടുള്ള ആരോമൽ, ചന്തു എന്നീ യുവാക്കളും കല്ലമ്പലം സ്വദേശിയായിട്ടുള്ള ആദിത്യൻ എന്നീ യുവാവും ചേർന്നാണ് ഈ SIയെ മർദ്ദിച്ചത് എന്ന് പറയുന്നു. ഇതിൽ ചന്തു എന്ന വ്യക്തി പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ്. അതാണ് ഇത്തരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ മറ്റൊരു സീനിയർ ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു എന്ന് പറയാൻ കാരണം. സംഘർഷത്തിനിടയിൽ അൻസാറിനെ, അതായത് SIയെ തള്ളി നിലത്തിടുകയും SI ഓടയിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു. തുടർന്ന് ഉണ്ടായ പിടിവലിയിൽ SIയുടെ യൂണിഫോമിനടക്കം നാശം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 3 പ്രതികളെയും ഇപ്പോൾ പിടികൂടി നഗരൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത 3 റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ് സ്മൃതി നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രീ ഗോപാൽ ശിലാസനാണ് വിവരങ്ങൾ നൽകിയത്.